മഴ കാരണേ അവസാന സെക്കൻഡിലെത്തി അല്ലേ? ഓ ഫസ്റ്റുകാരൻ. ഞാൻ പ്രോഗ്രാം ഇട്ടായിരുന്നു. ഓണാഘോഷ പരിപാടി തുടങ്ങുകയാണ്. ആദ്യമായി ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ചന്ദ്രമതി ടീച്ചർ, ശ്രീമതി സാരി ടീച്ചർ, ശ്രീ ബാബു ബോസ്, ശ്രീ സുഭാഷ് മാസ്റ്റർ, ശ്രീമതി ലളിത ടീച്ചർ, ശ്രീ മോഹൻദാസ്, ശ്രീമതി ഗൗരി ഉണ്ണികൃഷ്ണൻ, ശ്രീ മോഹൻ ബാബു, ശ്രീമതി രഞ്ജിനി ടീച്ചർ. പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അടിയിട്ടോലത്തി അന്തര സൗഹൃദ ബന്ധം പുലർത്തി അതിലൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂട്ടാടും ഉലകത്തിൽ നിന്നേ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. സ്നേഹ നമസ്കാരം. സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോടി യൂണിയൻ സീനിയോറിറ്റിയിലെ ഓണാഘോഷത്തിൻ്റെ ഓണം ആഘോഷിക്കുവാനായാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒത്തുചേരലുകളും ആഘോഷങ്ങളും നമുക്ക് നമ്മുടെ മനുഷ്യ മനസ്സിന് ആനന്ദവും ആഹ്ലാദവും നൽകുന്നുണ്ട് എന്നത് സത്യമായ അവസ്ഥയാണ്. സീനിയർ ചേംബർ ഇന്റർനാഷണൽ സീനിയേഴ്സ് ആയവരുടെ ഒരു കൂട്ടായ്മ, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ജോലിയിൽ നിന്ന് ലഭിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഒരു പരിധിയോളം കഴിഞ്ഞവരുമായ എല്ലാവരുടെയും ഒരു കൂടിച്ചേരൽ, ഒരു അതിൽ കൂടി ആനന്ദവും സന്തോഷവും പങ്കുവെക്കണം. ആനന്ദവും സന്തോഷവുമാണ് മനുഷ്യരുടെ ആത്യന്തികമായ ആവശ്യവും. അതിൽ തന്നെയാണ് നമ്മളെന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. സീനിയർ ചേംബറിന്റെ മുഖ്യ അജണ്ട തന്നെ ഹാപ്പിനെസ്സാണ്, സന്തോഷം. സന്തോഷം കണ്ടെത്തുക,
കൂടെ മറ്റുള്ളവർ കൂടി സന്തോഷം പകർന്നു കൊടുക്കുക. സീനിയർ ചെമ്പറിന്റെ ലക്ഷ്യം ചാരിറ്റിയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കൂടി നമ്മൾ മറ്റുള്ളവരിലേക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുന്നുണ്ട്. അത് തിരിച്ച് നമ്മളിലേക്ക് വരുന്നുണ്ട് എന്നതൊരു സത്യാവസ്ഥയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾ വ്യക്തിപരമായി ചെയ്യുന്നതിലും എത്രയോ ഉയരത്തിലാണ് നമ്മൾ ഒരു കൂട്ടായ്മയിൽ കൂടി ചെയ്യുന്ന ചാരിറ്റി. സീനിയർ ചെമ്പർ ഇന്റർനാഷണൽ മുൻപോട്ട് കീഴിൽ തുടങ്ങിയിട്ട് അധിക നാളുകളൊന്നും ആയിട്ടില്ല, നമുക്കറിയാം. എങ്കിലും അത് വളരെ നല്ല പ്രവർത്തനം, നല്ല നല്ല കാര്യങ്ങൾ ചാരിറ്റികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാരഥ്യം വഹിക്കുന്നവരും കൂടെ തന്നെ മെമ്പർമാരും വളരെ നന്നായി അതിനോട് ചേർന്ന് നിന്ന് വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ സീനിയോർക്കും ചേരേണ്ടിയിരിക്കുന്നു. പുരുഷനോടൊപ്പം സ്ത്രീയും കൂടി സ്ത്രീയുടെ ശരീരം കൂടി ചേരുമ്പോഴാണ് അതിന് ശക്തി അല്ലെങ്കിൽ അതിന് ബലം കൂടുന്നത്. നമ്മൾ ബൈബിളിൽ സ്ത്രീയുടെ സൃഷ്ടിയെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. അർദ്ധ നാരീശ്വര സങ്കല്പമുണ്ട്. ഒക്കെയും പറയുന്നത് സ്ത്രീയും പുരുഷനും കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സീനിയേഴ്സിൻ്റെ കൂടെ സീനിയറുകൾ അതിശക്തമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിൽ ഒരു സംഗീത പഠന ക്ലാസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സീനിയേഴ്സിനോടൊപ്പം അല്ലെങ്കിൽ നമ്മളോടൊപ്പം സീനിയറിനോടൊപ്പം അത് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണത്. പ്രായവൈദ്യമൊന്നുമില്ല. കാരണം എപ്പോഴും എന്തും എല്ലാവർക്കും പഠിക്കാം. അതുകൊണ്ട് തന്നെ ഈ പഠന ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതിന് സന്നദ്ധരായ നമ്മുടെ സീനിയേഴ്സിനുള്ളവരും സീനിയോറിറ്റിയിലുള്ളവരും പേരുകൾ നൽകിയും അതിൻ്റെ ആദ്യപടി നമുക്ക് പണികൾ കുറവാണ്. ശരിക്കും സീനിയേഴ്സ് തന്നെയാണ് കഠിനമായ അഭ്യർത്ഥന. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സേവനം ആവശ്യമായിട്ടുണ്ട്. അവധി ദിവസങ്ങളിലാണ് ക്ലാസ് നടത്തുക. അപ്പോൾ നമുക്കൊരു നേതൃത്വം അല്ലെങ്കിൽ ഒരു കുട്ടികളോ അല്ലെങ്കിൽ ആരായാലും വരുമ്പോൾ നമുക്കതിനൊരു നേതൃത്വം കൊടുക്കണം, തുറന്നു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മളതിന് സജീവമായിട്ടുണ്ടായിരിക്കണം. ഞാനുണ്ടാവും, എന്നോടൊപ്പം സീനിയോറിറ്റി എല്ലാ മെമ്പർമാരും ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാ ദിവസവും അതിന് എല്ലാ ആഴ്ചയിലും അതിന് മെനക്കെടണമെന്നില്ല. ഓരോ ആഴ്ചയും നമുക്ക് ആർക്കാണോ അസൗകര്യമില്ലാതെ സൗകര്യപ്രദമായി നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയം അല്ലെങ്കിൽ വേഗം ഭക്ഷണം ഉണ്ടാക്കി ഒരു ഉത്സാഹം ഉണ്ടാകും. വീട്ടിൽ വേഗം വഴികൾ വെക്കണം, ഉത്സാഹത്തോടെ നമുക്ക് ഇതിന് പോകണം, ഒരു സന്തോഷമില്ല. അതിനുവേണ്ടി എല്ലാവരും വിളിച്ചെടുക്കണമെന്ന് ഒരു അഭ്യർത്ഥന ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇനി സീനിയേഴ്സ് അത് മാത്രം പോലെ ഇതിന് നല്ലൊരു ഉത്സാഹമാണ്. നമുക്ക് ഈ സീനിയോറിറ്റിനായാലും കുറച്ചുകൂടി ഉത്സാഹമാണ്. ടീച്ചറെല്ലാം വളരെ ഉത്സാഹമുള്ള ടീച്ചറാണ്. പക്ഷേ ടീച്ചർ കുറച്ച് ജോലി കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിലുള്ള സമയത്തുള്ളതിനെക്കാട്ടും അധ്വാനം ആരെങ്കിലും കൂടുതലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിലും നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാവരും ഉള്ളിലുണ്ട് ഓരോരോ കഴിവുകൾ. നമ്മളത് കഴിവുകൾ പുറത്തെടുക്കാൻ മടിക്കുന്നതുണ്ട്. അതിനൊരു അവസരം കിട്ടിയാൽ നമ്മളത് വേണ്ടത്ര ഉപയോഗപ്പെടുത്തുന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സജീവമായി ഇതിലേക്ക് വരിക. നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. പഠന ക്ലാസ്സിൽ എല്ലാവരും കഴിയുന്നത്ര എന്തെല്ലോ പഠന വിഭാഗങ്ങൾ, അതായത് വായിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം പഠിക്കുന്നവർ തയ്യാറായിട്ടുണ്ട്. അതിനെല്ലാം സൗകര്യങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ വലിയ ഉത്സാഹം ഉണ്ടാകുന്നിരിക്കുക. ഉജ്ജമേനയ്ക്ക് സിദ്ധിയന്തി എന്ന് പറയുന്നത് ഉജ്ജമേനയ്ക്ക് സിദ്ധിയന്തി കാര്യാണി നാം മനോരഥനിക്ക് നാടി സുപ്തസ്യ പ്രവിശന്തി മുഖേന ഉണ്ടാക്കാം. നമുക്ക് ഉത്സാഹം തന്നെയാണ് വേണ്ടത്. ഉത്സാഹത്തോടൊപ്പം കുറച്ച് അധ്വാനവും കുറച്ച് സമയം നീക്കി വെച്ചിരിക്കണം. അതാണ് ആവശ്യം. എല്ലാവരും അതിനെ പരിശ്രമിക്കുക. ഇതിൻ്റെ ദൗത്യത്തിലേക്ക് പ്രധാന ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ സീനിയർ ചെമ്പർ മുരിങ്ങോടി രീതിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു ജോസ് അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പദവി അലങ്കരിക്കാനായി നമ്മുടെ തന്നെ
സീനിയോറിറ്റി പ്രസിഡന്റ് ശ്രീമതി സാരി ടീച്ചറെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാനായി എത്തിയ സീനിയർ ചേംബർ മുരിങ്ങോടി രീതിയിലെ സെക്രട്ടറി സുഭാഷ് മാസ്റ്റർ സ്വാമിയില്ല, സീനിയർ ചേംബർ ട്രഷറർ മുരിങ്ങോടി രീതിയൻ ശ്രീ മോഹൻദാസ്, സമ്മാന ദാനം നിർവഹിക്കാനായി ഇവിടെ എത്തിയ സീനിയർ ചേംബർ മെമ്പർ ശ്രീ മോഹൻ ബാബു സർ, നന്ദി അർപ്പിക്കാനായി ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട രജനി ടീച്ചർ, എല്ലാവരെയും സ്നേഹവും ആദരവും വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ക്ഷമിക്കണം, കൂടാതെ നമ്മുടെ നിലയിലിരിക്കുന്ന സീനിയേഴ്സ് കുടുംബാംഗങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ സന്തോഷം എല്ലാവരിലേക്കും വളർത്തുവാനായി എത്തിയ കലാപരിപാടികളുമായി എത്തിയ നമ്മുടെ മിടുക്കന്മാർ കുട്ടികളുണ്ട്. അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ തുടങ്ങി എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ടും നമ്മുടെ വളരെ ഭംഗിയായി ഇവിടെ കളിച്ച് പുരുഷന്മാരെക്കാട്ടും ഭംഗിയായിട്ട് സ്ത്രീകൾ കളിച്ച് എല്ലാവരും വളരെ മത്സരബുദ്ധിയോടെ അത് ചെയ്ത് നന്നായിട്ടുണ്ടായി. ഇനി നമുക്ക് ഇതിലും ഭംഗിയാക്കണം. അടുത്ത പ്രാവശ്യം ചെയ്യേണ്ട ഓരോ ആവശ്യങ്ങൾക്കും ഞാനിനി കൂടുതൽ പറയുന്നില്ല, കാരണം സീനിയേഴ്സിനെ പറ്റിയൊക്കെ പറയാൻ ഒരാൾ തയ്യാറായിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ അടുത്ത നടപടികൾ കൈകാര്യം ചെയ്യുവാനായി ശ്രീമതി സാരി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ചന്ദ്രമതി ടീച്ചർ. ഇന്നത്തെ മീറ്റിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ശ്രീമതി സാര ടീച്ചറാണ്. ബഹുമാനം ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപികയും ഇപ്പോൾ സീനിയോറിറ്റിയുടെ പ്രസിഡന്റും കൂടിയായ ടീച്ചറെ സ്നേഹപൂർവ്വം അധ്യക്ഷ വാഗ്ദാനത്തിനായി ക്ഷണിച്ചു കൊടുത്തു. ശ്രീ ബാബുലു, സീനിയർ ചേംബർ മുൻകോടി ലീഗിൻ്റെ പ്രസിഡന്റാണ്. അതുപോലെ സുഭാഷ് മാസ്റ്റർ, ശ്രീ മോഹൻദാസ്, ചന്ദ്രവതി ടീച്ചർ, ശ്രീമതി രജനി ടീച്ചർ, ശ്രീമതി ഗൗരി, അതുപോലെ വേദിയിൽ സദസ്സിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഫോം ചെയ്ത ഒരു ലീജിയനാണ് എനിക്ക് തോന്നുന്നു. വേഗത്തിലാണ് എല്ലാം സംഭവിച്ചത്. അതുപോലെ സീനിയോറിറ്റ് എന്ന് പറയുന്ന സീനിയർ ചേംബറിന്റെ ഭാഗമായിട്ടുള്ള സീനിയോറിറ്റ് മെമ്പർമാരെ പെട്ടെന്നാണ് ഒരു ദിവസം വേദിയിൽ വെച്ച് പെട്ടെന്നാണ് അനൗൺസ് ചെയ്തത്. എനിവേ അതിൻ്റെ പ്രസിഡന്റായിട്ട് എന്നെ ഇവരെ തിരഞ്ഞെടുക്കുകയും ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. എനിക്കറിഞ്ഞുകൂടാ, ഏതാണ്ട് 1-2 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ എത്രമാത്രം നമുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന എനിക്കറിയില്ല. എനിവേ എന്ത് തന്നെയായാലും എത്രമാത്രം കാര്യങ്ങൾ ചെയ്തു എന്നതിലല്ല, ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. ഏത് പരിപാടിയിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണങ്ങൾ നടത്തിയും ഇപ്പോൾ തന്നെയാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എല്ലാവരും ഒത്തൊരുമയോടെ എല്ലാവരുടെയും വീടുകളിൽ നിന്നും പൂക്കൾ കൊണ്ടുവരികയും എല്ലാവരും ഒരുമിച്ചിരുന്ന് പൂക്കൾ ഇടുകയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും പിന്നെ കൊച്ചു കൊച്ചു കളികളിൽ ഏർപ്പെടുകയും അങ്ങനെ ആകെ കൂടി ഒരു നല്ല സന്തോഷത്തിൻ്റെ ഒരു നിമിഷം അത് ഇവിടെ തിരികെ ഉണ്ടായി. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സംഘടന എന്ന് പറയുന്നത് വളരെ എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ഒരുപാട് സന്തോഷമുണ്ട്.
ഇനി ആദ്യമായിട്ട് എല്ലാവരും ഓണത്തിന്റെ ആശംസകൾ നേടിയാണ്. ഓണം ജസ്റ്റ് കഴിഞ്ഞു, എന്നാലും നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഇപ്പോഴാണ്. ഓണാഘോഷത്തിന്റെ എന്താ പറയാ അവസാന ലാസ്റ്റ് പിന്നെ ആ ഒരു ആഴ്ചയുടെ അവസാനം എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പൊ അതോടുകൂടി ഓണാഘോഷ പരിപാടികൾ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഇത് വളരെ നന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണാഘോഷത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒത്തൊരുമയുടെയും അതുപോലെ സന്തോഷത്തിന്റെയും ഒക്കെ ഒരു നിമിഷമാണ്. ഓണത്തെ കുറിച്ച് പറയുമ്പോൾ ഐശ്വര്യവും പിന്നെ അതുപോലെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു പര്യായമാണ്. സമൃദ്ധിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ധാരാളം എന്ത് കാര്യമാണെങ്കിലും ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാവുക. പക്ഷെ ആ ധാരാളമായിട്ട് നമ്മുടെ കയ്യിൽ അത് സമ്പത്താവാം, അല്ലെങ്കിൽ എന്താ പറയാ എന്ത് കാര്യം തന്നെയായാലും അതിന് ഐശ്വര്യവും കൂടി വേണം. അപ്പോഴാണ് ഓണമാകുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ. ഐശ്വര്യം എന്ന് പറയുന്നത് ഈശ്വരാധീനമാണ്. നമ്മുടെ കയ്യിൽ എന്ത് വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൽ ഈശ്വരത്തൊടി ഇല്ലെങ്കിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ഈശ്വരാധീനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശ്വരാധീനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഐശ്വര്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരന്റെ പിന്നെ നമുക്കറിയാം, ഈശ്വരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സർവ്വ ഗുണ സമ്പന്നനാണ്. അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ നല്ല ഗുണങ്ങളും തന്നെയാണ് ഈശ്വരൻ. സ്നേഹം, സന്തോഷം, ദയ, കരുണ, പിന്നെ സഹനം, ഇങ്ങനെ ലോകത്ത് എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടോ അതെല്ലാം നിറഞ്ഞതാണ് ഈശ്വരൻ. അത് തന്നെയാണ് ഐശ്വര്യം. അങ്ങനെ നമ്മൾ ഈ ഒരു ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഈ വർഷം മുഴുവനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുന്നു. ഇനി ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യം ഞാൻ ഇനി ഒരുപക്ഷെ കുട്ടികൾക്കൊക്കെ ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കും. വാമനൻ പിന്നെ വാമനായിട്ട് മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ അവതരിച്ചതാണ്. വളരെ നല്ല പ്രജകളെ ഒത്തിരി സ്നേഹിച്ച മഹാബലി എന്ന് പറയുന്ന രാജാവിന്റെ മുൻപിൽ, അതായത് രാജാവിനെ കുറിച്ച് അസൂയ തോന്നിയ പിന്നെ എന്താ പറയാ അവര് പിന്നെ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി, അദ്ദേഹം എന്തുമാത്രം സദ്ഗുണ സമ്പന്നനാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിച്ചത്. വെറും 3 അടി മണ്ണ് മാത്രമാണ് ചോദിച്ചത്. പിന്നെ ഒരു പാവം ബ്രാഹ്മണന്റെ രൂപത്തിലാണ്, ബ്രാഹ്മണ കുമാരന്റെ രൂപത്തിലാണ് മഹാബലിയുടെ മുന്നിൽ വന്നത്. നമുക്കറിയാം മഹാബലി ഒത്തിരി പിന്നെ സ്നേഹസമ്പന്നം. അതുപോലെ മഹാബലിയുടെ കാലം എന്ന് പറയുന്നത് ഒന്നിനും ഒരു കുറവുമില്ലാത്ത സമയമാണ്. ആരെയും അതിനെ തെറ്റിദ്ധരിക്കാനും പറ്റില്ല. ഇങ്ങനെ തന്റെ മുമ്പിൽ വന്ന് തന്നെ പറ്റിക്കാനാണ് വന്ന് നിൽക്കുന്നത് അത് ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ 3 അടി കൊടുത്ത് 2 അടി അളന്നപ്പോൾ തന്നെ ഭൂമിയും സ്വർഗവും ഒക്കെ തീർന്നുപോയി. പക്ഷെ 3 അടി വാഗ്ദാനം ചെയ്ത മഹാരാജാവ് നമുക്കറിയാം വാക്ക് പാലിക്കുന്നവനായിരുന്നു. ഞാൻ നോക്കിയിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവാണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തോന്നുന്നത്. നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കുക. മഹാരാജാവാണ്, നമുക്കറിയാം 2 അടി അളന്ന് പിന്നെ ബാക്കി സ്ഥലമില്ല. ഇനി വേണമെങ്കിൽ ഇഷ്ടംപോലെ സൈന്യമുണ്ട്, അവരെയൊക്കെ കൂട്ടി ഈ പറഞ്ഞ പിന്നെ ആളുമായിട്ടുള്ള പൊരുതി ഓടിക്കാനൊക്കെ ശ്രമിക്കാമായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ അതൊന്നും ചെയ്തില്ല. രാജാവ് പറഞ്ഞ വാക്ക് പാലിച്ചു. ഇനി സ്ഥലമില്ലെങ്കിൽ എന്നെ എന്താ പറയാ അദ്ദേഹം വളരെ വിനയത്തോടുകൂടി എളിമയോടുകൂടി അവിടെ കുനിഞ്ഞു നിന്നു. അദ്ദേഹത്തെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയതാണ് നടന്നത്. അപ്പം വാക്കുകൾ, നമ്മളൊരു വാക്ക് പറഞ്ഞാൽ എത്രമാത്രം, ഇനി രാജാവാണെങ്കിൽ പോലും അത് പാലിക്കണം. അതുപോലെ വിനയം എന്ന് പറയുന്ന മഹാരാജാവാണെങ്കിൽ പോലും നമ്മൾ എന്തുമാത്രം വിനയമുള്ളവരായിരിക്കണം. ഇങ്ങനെ കുറേ പാഠങ്ങളാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തുകൊള്ളുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് എഴുതുന്നില്ല, ഇനി കുറേ പേർക്ക് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇനി ഈ വരുന്ന വർഷവും അല്ലെങ്കിൽ ജീവിതത്തിലുടനീളവും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കലും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ നടത്തുന്നു. നമസ്കാരം. റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും നല്ലൊരു സംഘാടകനും സാമൂഹിക പ്രവർത്തകനും ശാന്തശീലനുമായ ശ്രീ സീനിയർ ബാബു ജോസിനെ ഉദ്ഘാടനത്തിനായി സ്നേഹബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷ, സീനിയർ പ്രസിഡന്റ് ശ്രീമതി സാർ ടീച്ചർ, സീനിയർ ചേംബർ ഇന്റർനാഷണലിലെ ബ്രിങ്ങോഡിനി ഏജന്റ് സെക്രട്ടറി
ശ്രീ സുഭാഷ് മാസ്റ്റർ, ട്രഷറർ മോഹൻദാസ്, സീനിയർ എൻട്രിലെ ട്രഷറർ ചന്ദ്രവതി ടീച്ചർ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സീനിയറിലേക്ക് പുതുതായി കടന്നു വന്ന ശ്രീമതി ഗൗരി ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ രഞ്ജിനി ടീച്ചർ, ഈ സമ്മാനദാനം നിർവഹിക്കുന്ന മോഹൻദാസ് സാർ, സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഗ്രീൻമോഡി റീജിയൻ ഭാരവാഹികൾ, അതിൻ്റെ മെമ്പർമാർ, സീനിയോറിറ്റിൻ്റെ ഗ്രീൻമോഡി റീജിയൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, സീനിയോറിറ്റി ഗ്രീൻമോഡി റീജിയൻ ഇന്ന് നടത്തിയ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഈ വാരാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ നടത്തിയ അതിവിശിഷ്ടമായ ഈ ആഘോഷം വളരെ സന്തോഷത്തോടുകൂടി അതിനെ കാണുകയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾ കഴിഞ്ഞ ദിവസം കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി പഞ്ചായത്തിന് മുമ്പിൽ സമർപ്പിച്ച നിവേദനം, ആ നിവേദനത്തിന് നിങ്ങൾക്ക് ലഭിച്ച മറുപടിയും, അത് എത്തേണ്ടടുത്ത് അതിൻ്റെ ശബ്ദം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നതും വളരെയധികം ചാരിതാർത്ഥകമായ ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നൽകുന്ന രണ്ടാമത്തെ ഒരു പബ്ലിക് പ്രോഗ്രാമാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടി. വളരെ നന്നായി തോന്നുന്നു. നിങ്ങളെല്ലാം ഓണത്തിൻ്റെ വേഷത്തിൽ സെറ്റ് സാരികളിൽ എല്ലാവരെയും കടന്നു വന്ന് നമ്മുടെ കേരളീയ വേഷത്തിൽ, കേരളത്തിൻ്റെ അഭിമാനമുയർത്തുന്ന വേഷത്തിൽ നിങ്ങൾ കടന്നു വരികയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കതൊരു പ്രചോദനമാകുകയും ഞങ്ങളെല്ലാം വെള്ള ഷർട്ട് ധരിച്ചുകൊണ്ട് കടന്നു വരികയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ ഈ യോഗം ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ ഈ ആഘോഷ പരിപാടികൾക്കൊപ്പം തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഭാവി കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ടീച്ചറോട് പറഞ്ഞതുപോലെ, ചന്ദ്രബാബു ടീച്ചർ പറഞ്ഞതുപോലെ, സീനിയോറിറ്റിൻ്റെ ഏറ്റവും സീനിയർ ചേംബറിൻ്റെ പ്രധാനമായ ലക്ഷ്യം ചാരിറ്റി പ്രവർത്തനം തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് തുണയായി നിൽക്കുന്നത് സീനിയർ ചേംബറിനോടൊപ്പം തന്നെ സീനിയോറിറ്റിയുടെ നിങ്ങൾ കൂടിയാണ് ഇത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ ചാരിറ്റി പ്രവർത്തനത്തിന് ഞങ്ങൾ മുന്നോട്ട് ഇതിനു മുമ്പ് പലപ്പോഴും ഇറങ്ങിയപ്പോഴും നിങ്ങൾ അകമഴിഞ്ഞ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. നിങ്ങളുടെ എല്ലാ വീടുകളിൽ നിന്നുള്ള സഹായങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ സീനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ ബി ഗ്രൂപ്പിൽപ്പെട്ട ഞങ്ങൾക്ക് ഏറ്റവും നല്ല ചേംബർ എന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നതും നിങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ടാണ്, സഹായം കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മളിത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വർഷമാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലെ പോലെ സ്ത്രീകൾ ഏതെങ്കിലും ഒരു കോണിൽ ഒതുക്കപ്പെടേണ്ട ആളുകളല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കർമ്മ പദങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും എന്തുണ്ടാകുമെന്ന് വെച്ചാൽ സ്ത്രീകൾ അവരുടെ ജോലികളിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയും അതോടൊപ്പം തന്നെ മറ്റ് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മാത്രം ചെയ്യുന്നു എന്നുകൊണ്ട് പൊതുരംഗത്ത് ഇറങ്ങാൻ താല്പര്യക്കാരിക്കുകയും അതിന് അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അതിനുള്ളൊരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചെടുക്കാൻ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഗ്രീൻമോഡി റീജിയനും അതുപോലെ തന്നെ സീനിയർ ചേംബറും മൊത്തത്തിൽ ആലോചിക്കുന്നു. അത്തരമൊരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ കാണിച്ച താല്പര്യങ്ങൾക്ക് പ്രത്യേകമായി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചില്ല ഇത്തരത്തിൽ നമ്മുടെ ഗ്രീൻമോഡിയിലുള്ള ചേംബറിൻ്റെ പ്രവർത്തനം, സീനിയോറിറ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇന്നിപ്പോൾ ഈ യോഗത്തിൽ തന്നെ സീനിയോറിറ്റിയുടെ നാഷണൽ പ്രസിഡന്റ് അടക്കം പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്കും ഒരു ഡൗട്ട്, ഇത് വിജയപ്രദമാകുമോ എന്ന് ഞങ്ങളുടെ ഉള്ളിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായി എന്ന്
സാഹചര്യത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് കഴിഞ്ഞ 2 അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും പൊതുരംഗത്തും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് ശേഷം ഒരുപാട് കലാപരിപാടികളുണ്ട്, കുട്ടികളെല്ലാം തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ സംരംഭം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. അഭിവാദനങ്ങൾ. റിട്ടയർ ചെയ്ത ശ്രീ സുഭാഷ് മാസ്റ്റർ നല്ലൊരു സംഘാടകനും സാമൂഹിക പ്രവർത്തകനും കൂടിയാണ്. സാറിനെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ഏറെ ബഹുമാനിയായിട്ടുള്ള സീനിയർ സീനിയോറിറ്റും അതുപോലെ തന്നെ ഈ യോഗം നേതൃത്വം ശ്രീമതി സാര ടീച്ചർ, ഈ ഓണാഘോഷ പരിപാടി ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വെരിമോൾ സംഘത്തിൻ്റെ ഏറെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ബാബു ജോസ്, അതുപോലെ തന്നെ സീനിയർ സെക്രട്ടറി ശ്രീമതി ചന്ദ്രമതി ടീച്ചർ, സീനിയർ സെക്രട്ടറിയുടെ ബഹുമാനായിട്ടുള്ള ശ്രീ മോഹൻദാസ് സർ, വൈസ് പ്രസിഡന്റ് ശ്രീ വർക്കി മാസ്റ്റർ, ഇവിടെ സമ്മാനദാനം നൽകാൻ വേണ്ടി എത്തിയിട്ടുള്ള ബാബുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ചന്ദ്രമതി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പത്ര സർവീസ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ഗൗരിച്ചി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ പേരെടുത്ത് പറയേണ്ടവരാണ്. വെരിമോടി സർക്കിലേച്ചൻ സീനിയോറിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇവിടെ എത്തിച്ചേർന്നത്. ഈ ഓണാഘോഷ പരിപാടിയിലെ ആശംസ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായ 5-8 മാസം കൊണ്ട് നമ്മുടെ വെരിമോടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് വെരിമോടി സീനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ഓണാഘോഷ പരിപാടിയിൽ ആശംസ അർപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഓണാഘോഷം എന്ന് പറയുന്ന നമ്മുടെ കേരളീയരുടെ ഏറ്റവും ജാതി മത ഭേദമന്യേ നമ്മളൊക്കെ ഒരു സന്തോഷത്തിലാണ്ടുകൊണ്ട് കേരളത്തിലും രാജ്യത്തിന് പുറത്തുമുള്ള മലയാളികൾ ഈ ഓണാഘോഷ പരിപാടി സസന്തോഷം കൊണ്ടാടുന്ന ഓണാഘോഷ വാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പരിപാടി എന്ന് പറയാവുന്ന രീതിയിൽ ഈ വെരിമോടി സീനിയോറിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് ഏറെ സ്നേഹത്തോടു കൂടി എല്ലാം ആശംസകൾ അർപ്പിക്കുകയാണ്. ഓണത്തിൻ്റെ ഗീതയ്ക്ക് കുറിച്ച് ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചു. അതിൻ്റെ ടീച്ചർ വളരെ ഭംഗിയായി സരസമായിട്ട് അതിൻ്റെ ഐതിഹ്യം, ഇതിൻ്റെ തുടക്കവും ഒടുക്കവും മാത്രം അല്പമൊന്ന് പരാമർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നമുക്കറിയാം, ടീച്ചർ സൂചിപ്പിച്ചതുപോലെ മാവേലി എന്ന് പറയുന്ന മഹാബലിയുടെ പേര് ചുരുക്കത്തിൽ നമ്മുടെ മാവേലി എന്ന് പറയപ്പെടുന്ന മഹാബലി ദേവന്മാർക്ക് പോലും അസൂയ പോകുന്ന രീതിയിൽ തന്റെ ഭരണം നമ്മുടെ കേരളത്തിൽ എല്ലാവരെയും അഹങ്കരിച്ചുകൊണ്ട്, എല്ലാവരെയും സങ്കടത്തിലാക്കിക്കൊണ്ട്, എല്ലാവരെയും പ്രയാസത്തിലാക്കിക്കൊണ്ട് ഇത്രയും നല്ലൊരു ഭരണം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ ദേവന്മാർക്ക് പോലും അസൂയ കൊണ്ട രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു മഹാബലിയെ പരീക്ഷിക്കാൻ വേണ്ടി വാമന രൂപത്തിൽ മഹാവിഷ്ണുവോട് കണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ ടീച്ചറോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 3 അടി മണ്ണ് ചോദിച്ചു, 2 അടി മണ്ണ് കൊടുത്തു. വാമനൻ അദ്ദേഹത്തിന്റെ ഉഗ്രരൂപം പോട്ട് 3ാമത് അടി ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ ദാനദക്ഷനായിട്ടുള്ള മഹാബലി കൊടുത്ത് 3ാമത് തന്റെ ശിരസിൽ കാൽ താഴ്ത്തി വെച്ചപ്പോൾ പാതാളത്തിലേക്ക് താഴ്ന്നു പോകുന്ന മഹാബലിയോട് ചോദിക്കുന്നു, താങ്കൾക്ക് ഏറ്റവും അവസാനമായിട്ട് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്, എന്താണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഈ തിരുവോണ നാളിൽ എനിക്ക് എന്റെ പ്രജകളെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു സമ്മതം, ഒരു അവസരം എനിക്ക് തരണമെന്ന് മഹാബലി ആവശ്യപ്പെട്ട ആ ദിവസമാണ് നമ്മൾ ഈ തിരുവോണ ദിവസമായിട്ട് നമ്മളെ കൊണ്ടാടുന്നത്. ആ തിരുവോണ ദിവസം മഹാബലി നമ്മുടെ കേരളത്തിലേക്ക് അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്ന ആ സന്തോഷപ്രദമായ സാഹചര്യം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക് പറയുന്ന കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്ന ആ പഴയ ആ
ആദ്യത്തെ ആ ഒരു വാക്കുകൾ വായിച്ചുകൊണ്ട് നമ്മൾ എല്ലാം മറന്നുകൊണ്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മറന്നുകൊണ്ട് നമ്മുടെ മഹാബലിയെ സന്തോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓണപ്പൂക്കൾ കുറിച്ചും ഇതുപോലത്തുള്ള പരിപാടികൾ നടത്തിയും ഓണസദ്യ നടത്തിക്കൊണ്ട് നമ്മൾ മഹാബലിയെ സന്തോഷിപ്പിക്കുന്ന ഒരു ചരിത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യമാണ് നമ്മുടെ ഓണമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ പോലെ അല്ലെങ്കിൽ പോലും നമുക്ക് അത്തരം ആ നല്ല ഓണം നടത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഒരുപാട് സീനിയർ പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സീനിയോറിറ്റി നേതൃത്വത്തിൽ ഞാൻ ഇതിന്റെ ഭാരവാഹികളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഈ നല്ല മുഹൂർത്തത്തിൽ ഈ ഓണാഘോഷ അവസാന ഘട്ടത്തിൽ നമുക്ക് ഈ സീനിയോറിറ്റി സംഘടിപ്പിച്ച പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഇനി അങ്ങോട്ടും ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാൻ കൂടുതൽ ശക്തി പകരട്ടെ മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാഘോഷത്തിന്റെ ആശംസ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ഏകദേശം 30 വർഷത്തോളം ഗൾഫ് മേഖലയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം നല്ലൊരു സംഘാടകനും കലാകാരനും കൂടിയാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അദ്ദേഹം സീനിയേഴ്സിന്റെ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തെ ആശംസ അർപ്പിക്കുവാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട സീനിയേഴ്സ് ആൻഡ് സീനിയർസ് എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് സമയം ഞാൻ അപകരിക്കുന്നില്ല. എനിക്ക് സീരിയസ് ആയിട്ട് സീനിയേഴ്സിനോടും സീനിയേഴ്സിനോടും സംസാരിക്കാനുള്ളത് നമ്മളുടെ ഫ്യൂച്ചർ പരിപാടികൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ള ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഉപയോഗിക്കുന്നത്. നമുക്ക് വരും കാലങ്ങളിൽ ചെയ്തു തീർക്കാനുള്ളത് ചാരിറ്റി വർക്ക് തന്നെയാണ്. നമുക്ക് സന്തോഷം, ഈ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലെല്ലാം സന്തോഷങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലും നമ്മളുടെ ആമുഖ ഭാഷണത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലും സന്തോഷം പ്രദാനം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ നമ്മൾ സീനിയേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഇക്കൊല്ലത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത് ബി പോസിറ്റീവ്. നമുക്ക് ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ട് അവരുടെ ജീവിതത്തെ പോസിറ്റീവാക്കാൻ വേണ്ടി വീൽ ചെയർ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്, തുന്നൽ മെഷീൻ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്, പിന്നെ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും എല്ലാം കഴിവില്ലാത്ത അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം വാട്ടർ പ്യൂരിഫയർ കൊടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ സ്വച്ഛ ഗംഗ എന്ന് പറഞ്ഞാൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി നമുക്ക് വളരെ മലീമസമായിട്ടുള്ള തോടുകൾ, പുഴകൾ, അതുപോലെ കുളങ്ങൾ, ഇതൊക്കെ ശുദ്ധീകരിച്ച് ജല ലഭ്യത ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ചാരിറ്റി വർക്കാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടു നടക്കുന്നത്. അത് കൂടാതെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പം ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു എങ്കിലും ഹയർ സ്റ്റഡീസിന് സാമ്പത്തികമായിട്ട് പോക്കറ്റ് മണിക്ക് എല്ലാം വിഷമം നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ലീജിയൻ വക ഒരു കുട്ടിക്ക് 10,000 രൂപ വെച്ച് കൊടുക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഏരിയയിൽ അർഹതപ്പെട്ട നന്നായിട്ട് പഠിക്കാൻ ഹയർ സ്റ്റഡീസിൽ പോകണമെന്ന് താല്പര്യമുള്ള കുട്ടികളുടെ ഒരു രജിസ്ട്രേഷൻ തന്നു കഴിഞ്ഞാൽ, അത് രജിസ്ട്രേഷൻ ഫോം ഇവിടെ എത്തിയിട്ടുണ്ട്, അത് ആ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളുടെ സീനിയോറിറ്റിയുടെ അപ്പർ ബോഡി ഇത് പരിശോധിച്ച് നമുക്ക് നമ്മളുടെ ഏരിയയിലുള്ള ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് 10,000 രൂപ ലഭ്യമാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. അതുപോലെ ചാരിറ്റി വർക്കുകൾ നമ്മളിപ്പോൾ ഒരുപാട് 10 മാസമേ ആയിട്ടുള്ളൂ, നമ്മൾ 10 മാസം ആകുന്നതേ ഉള്ളൂ നമ്മളുടെ ഈ ലീജിയൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. നമ്മൾ ഏകദേശം ഒരു 40ഓളം പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിൽ ചാരിറ്റി ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സെൻട്രൽ ബോഡിക്ക്, അപ്പർ ബോഡിക്ക് നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു കൂടുതൽ പേര് ഇതിലും കൂടുതൽ ഒരുപാട് ഇപ്പം ഈ 40 എന്നുള്ളത് നമ്മൾ മാർച്ച് ആകുമ്പോഴേക്കും 100 പരിപാടികൾ ആസൂത്രണം ചെയ്ത് 100 ചാരിറ്റി വർക്കുകൾ ചെയ്ത് 100 സന്തോഷങ്ങൾ 100 ആളുകളിലേക്ക് പകരുന്ന സന്തോഷപ്രദമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് നമുക്ക് വളരെ ശക്തമായിട്ട് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് സീനിയോറിറ്റിയുടെ ഈ ഓണാഘോഷ പരിപാടിയോടുകൂടി എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതിന് കൂടുതലായിട്ട് നമുക്ക് സീനിയോറിറ്റിന് നമ്മളുടെ സീനിയേഴ്സിന്റെ വൈഫ് അല്ലെങ്കിൽ കുടുംബക്കാരല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സീനിയോറിറ്റിയും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം ഗൗരി ടീച്ചറെ കിട്ടി, അതുപോലെ നമ്മുടെ രജനി ടീച്ചറുണ്ട്, ഇവിടെ പുതിയ നമ്മളുടെ ഒരു ടീച്ചറുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നിട്ട് ഇതിനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ സഹായ
സഹായ സഹകരണങ്ങളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സീനിയോറിറ്റി പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളായി നമ്മൾ സീനിയേഴ്സും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രതിനിധികളും കൂടി ഓണാശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ദാസൻ സർ. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സീനിയോറിറ്റിയുടെ ഏറ്റവും പുതിയ മെമ്പർ ശ്രീമതി ഗൗരി കുഞ്ഞികൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ നെടുമുടി പ്രസിഡന്റ് ബാബുവേട്ടൻ, സെക്രട്ടറി സുഭാഷ് മാസ്റ്റർ, ട്രഷറർ മോഹൻദാസ്, മറ്റ് വേദി ഏറെ ബഹുമാനപ്പെട്ട എൻ്റെ ടീച്ചർ ഞാൻ ഭയങ്കര അഭിനയാണ്. ചന്ദ്രമണി ടീച്ചർ എന്ന് പറയുമ്പോഴേ ഞാൻ ടീച്ചർ പറയുമ്പോഴേവരെയായിപ്പോയി. ടീച്ചർ മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാനിയുടെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ടായി. കൈക്കൊള്ളിടുന്നു എല്ലാം നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഒരു ഭാരവാഹിയായി തുടരാൻ ഞാൻ ഇന്നും തീരുമാനിച്ചു. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഭാഗമായിട്ടാണ് ശശിയാട്ടൻ പറയുന്നത്. ഇതിനെ കുറെ പറഞ്ഞു. ഭാഗമായിട്ട് ആണ് രാവിലെ വിളിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പങ്കെടുത്തത്. ഇവിടെ എന്താ എനിക്ക് അറിയില്ലായിരുന്നു. വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ കൂട്ടായി പങ്കെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ. ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഞാനങ്ങളുടെ കൂടി ഉണ്ടാവും, മുന്നോട്ടുണ്ടാവും എന്ന് പറയുന്നതുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് നന്ദി പറഞ്ഞുകൊണ്ടും ഈ പരിപാടിയുടെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ നെടുമുടിക്കും അതിന്റെ വനിതാ കൂട്ടായ്മയായ സീനിയറിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇനി കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സർവേശ്വരൻ നമ്മളെ പ്രാപ്തരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഗൗരി ചേച്ചി. അടുത്തതായി സമ്മാനദാനമാണ്. ഏതാനും മത്സര ഇനങ്ങൾ നടക്കുന്നത്. സീനിയേഴ്സിന്റെയും സീനിയോറിറ്റിന്റെയും കുട്ടികളുടെയും മത്സര ഇനങ്ങളിൽ വിജയികളായവർക്കുള്ള വേദിയിലേക്ക് സ്നേഹബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് സായി ടീച്ചറാണ്. ജോഹൻ ബിനോയ്, രണ്ടാം സ്ഥാനം ആൽഫിയ ബിനോയ്, സീനിയോറിറ്റിന്റെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം പ്രീത ശാന്തകുമാർ, മോളി ബാബു ജോസ്, ഒന്നാം സ്ഥാനം ജയചന്ദ്ര ബോസ്, രണ്ടാം സ്ഥാനം പി ശശി, രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിനായി നമ്മുടെ മഹാവസ്തുക്കളിൽ വീഴ്ച ചെയ്യുന്നു. എല്ലാം സാധ്യമായി നമ്മളെ നമ്മളെ ഭംഗിയൊക്കെ നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുട്ടികളും കൂടുതൽ സഹായിച്ചു നമ്മുടെ കുട്ടികളെയായിരുന്നു സന്തോഷമായി. ഇനിയും നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് നമുക്കുണ്ട്. പ്രോഗ്രാമുകൾ ആവശ്യം. പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ശേഷം ഉണ്ടാകും. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തോളൂ. എല്ലാവരും കാര്യങ്ങളും നമ്മൾ എല്ലാ ശ്രീമതി രഞ്ജിനി ടീച്ചറെ നന്ദി രേഖപ്പെടുത്തുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening to all.
വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മുരിങ്ങോട് ലീജിയന്റെ സീനിയോറിറ്റീസിന്റെ ഓണാഘോഷ പരിപാടികളാണല്ലോ ഇന്നിവിടെ നടന്നത്. അപ്പോൾ ആദ്യത്തെ സെഷനായ കസേര കളിയാണ് കഴിഞ്ഞത് അല്ലേ മാഷെ? കസേരയില്ലെങ്കിലും കസേര കളിയാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ ആ പരിപാടി നടന്നതോടുകൂടി എല്ലാവരുടെയും ഹാപ്പി ഹോർമോൺസ് എല്ലാം ഉയർന്നിട്ടുണ്ടാവുമെന്നും പ്രായം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മുഖഭാവം വ്യക്തമാക്കുന്നത് അതാണ്. എല്ലാവരും നല്ല കയ്യടിയായിരുന്നു, എല്ലാവരും നല്ല സന്തോഷത്തിലാണുള്ളത്. അപ്പൊ നമ്മുടെ സാലി ടീച്ചർ, നമ്മുടെ സീനിയോറിറ്റീസിന്റെ പ്രസിഡന്റായ, ഊർജ്ജസ്വലയായ പ്രസിഡന്റായ സാലി ടീച്ചറുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക്, ടീച്ചറുടെ നേതൃത്വത്തിലൂടെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ അഭിപ്രായം ഉണ്ടാവില്ല എന്ന് കൂടെ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ കർത്തവ്യമാണത് നന്ദി പറയുക എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സാലി ടീച്ചർക്ക് സീനിയോറിറ്റീസിന്റെ പേരിലുള്ള നന്ദി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ ഉദ്ഘാടനം ചെയ്തത് സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോട് ലീജിയന്റെ പ്രസിഡന്റ് ശ്രീ ബാബു ജോസ് അവർകളാണ്. അവരുടെ ഊർജ്ജസ്വലനായ ബാബു ജോസ് ആളെ നമുക്ക് നേരത്തെ അറിയാം. നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റായ കാലത്ത് തന്നെ ബാബു ജോസിനെ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. നല്ല നേതൃത്വ പാഠമുള്ള ഒരു വ്യക്തിയാണ്. കുറെ വർഷം ഞങ്ങൾ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അവരുടെ പ്രവർത്തനത്തിന് കീഴിൽ മുരിങ്ങോട് ലീജിയൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവിധ ആദരവോടുകൂടി ശ്രീ ബാബു ജോസിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത നമ്മുടെ സ്വാഗത ഭാഷണം നടത്തിയ ചന്ദ്രമതി ടീച്ചറാണ്. ടീച്ചർ എൻ്റെ അധ്യാപികയാണ്. ടീച്ചർ എൻ്റെ സഹപ്രവർത്തകയായിരുന്നു. സർവോപരി എൻ്റെ ഒരു നല്ല സുഹൃത്തും കൂടെയാണ് ടീച്ചർ. അപ്പൊ നമുക്ക് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലി എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ടീച്ചറെ പണ്ട് ഒരു വർഷാമത്തെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ കുറച്ചെന്തൊക്കെയോ ഞാൻ പഠിച്ചിട്ടുണ്ട് സംസ്കൃതം, അത്രേ അറിയൂ. എന്നിരുന്നാലും എല്ലാവിധ ആദരവോടുകൂടെ ടീച്ചർക്കുള്ള നന്ദി ഞാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. അടുത്ത നമ്മുടെ ആശംസ അറിയിച്ച, അതിനു മുന്നേ ഞാൻ പ്രാർത്ഥന പാടിയ മക്കളെ വിട്ടുപോയി കേട്ടാ, സോറിയെ. പ്രാർത്ഥന പാടിയ ആൽഫിയ ബിനോയ് പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങൾ എഴുതിയ അല്ല ടിൻസ രണ്ടുപേർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നല്ല പ്രാർത്ഥനയായിരുന്നു കേട്ടാ മക്കളെ. അടുത്ത നമ്മൾ ആശംസ അറിയിച്ച സുഭാഷ് മാസ്റ്റർ, സെക്രട്ടറി സീനിയർ ചേംബർ മുരിങ്ങോട് ലീജിയൻ. സുഭാഷ് മാഷയും വളരെ മുമ്പേ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ മാഷ് നല്ലൊരു സംഘാടകനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ മുരിങ്ങോട് ലീജിയന് കിട്ടിയിരിക്കുന്ന എല്ലാവരും നല്ല കഴിവുള്ള വ്യക്തികളാണ്. അവരുടെ നേതൃത്വത്തിൽ ഇതിന് നേരത്തെ മോഹൻദാസ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനും ചാരിറ്റി വർക്ക് ചെയ്യാനും കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ സുഭാഷ് മാസ്റ്റർക്ക് എല്ലാവരുടെ സ്നേഹത്തോടും കൂടെ നന്ദി അറിയിക്കുന്നു. അടുത്തത് ശ്രീമതി ലളിത ടീച്ചറാണ്. ടീച്ചർക്ക് വരാൻ പറ്റിയിട്ടില്ല. ടീച്ചറുടെ അസാന്നിധ്യത്തിൽ ടീച്ചർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അടുത്തത് ആശംസ അറിയിച്ച ശ്രീ മോഹൻദാസ്, ട്രഷറർ സീനിയർ ചേംബർ മുരിങ്ങോട് ലീജിയൻ. അദ്ദേഹം ഇവിടെ ഇനി സീനിയർ ചേംബറിന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ ഭാവി പ്രവർത്തനങ്ങളെ പറ്റി എല്ലാവർക്കും ഒരു ഏകദേശം ഒരു ധാരണ തരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്ത നമ്മളെ ഗൗരി കുഞ്ഞികൃഷ്ണൻ. പുള്ളി കുറെ നേരം എന്നോട് കുറെ സംശയങ്ങൾ ഇന്ന് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കും അത്രയും കൂടി അറിയും. ഞാനും ഇതിനു മുന്നേ ഒരു മീറ്റിംഗിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഞാൻ ഗൗരി ചേച്ചിക്ക് എന്തെല്ലോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗൗരി ചേച്ചിക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. സമ്മാനദാനം നൽകിയ സീനിയർ മോഹൻ ബാബു സാർ, അദ്ദേഹത്തിനുള്ള നന്ദിയും കൂടെ ഞാൻ അറിയിക്കുന്നു. പ്രായാധിക്യത്തിന്റെ വിഷമമൊന്നും ഇല്ലാണ്ട് ഇപ്പൊ നല്ല സജീവമാണ് എന്നോട് പറഞ്ഞത്. ആദ്യം ഇവിടെ എത്തിയത് ഞങ്ങൾ രണ്ടുപേരാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. അപ്പൊ മുമ്പൊക്കെ യാതൊരു വിഷമമൊന്നും ഇല്ല, നല്ല പാട്ടൊക്കെ പാടും എന്നൊക്കെ എന്നോട് മുൻകൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇനി നമ്മൾ നന്ദി അറിയിക്കേണ്ട ഇന്നിവിടെ ഓണത്തിന് പൂക്കളം തീർത്ത നമ്മളുടെ സീനിയോറിറ്റീസിന്റെ മെമ്പേഴ്സിനാണ്. അരമണിക്കൂർ കൊണ്ട് നല്ലൊരു അടിപൊളി പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതിന് നേതൃത്വം വഹിച്ച ബിന്ദു ടീച്ചർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു.
ഇരിക്കുന്നത് അതിൻ്റെ സദസ്യരാണ്. അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ മെമ്പേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കുമുള്ള നന്ദിയും പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ ബിൽഡിങ്ങിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന മോഹൻദാസിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോമസ് ചേട്ടനെ വിട്ടുപോയി അല്ലേ? അപ്പൊ എല്ലാ പരിപാടിക്കും പുള്ളി ഉണ്ടാവും. ഞാനും ചോദിച്ചു എന്താ വൈകി പോയത്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു മഴയത്ത് കുടുങ്ങി പോയത് കൊണ്ടാണ് വൈകിയത്, 2 വീലറിലാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാ പരിപാടിക്കും നമ്മളുടെ എല്ലാവിധ കാര്യങ്ങളും ചിത്രീകരിക്കുന്ന തോമസ് ചേട്ടനും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കണം. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ സീനിയോറിറ്റീസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സീനിയോറിറ്റിയുടെ ഒരു അംഗമായിട്ട് ബിന്ദു ടീച്ചർ കിട്ടിയിട്ടുണ്ട്. ആശംസ അർപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ആശംസ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വിശിഷ്ട വ്യക്തികളെ മുന്നിലിരിക്കുന്ന എല്ലാവരും, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് വന്നത്. ഞാൻ മുന്നേ കേരള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു 13 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് 5-6 വർഷം ഗൾഫിൽ വർക്ക് ചെയ്തു. അപ്പോൾ കുട്ടികളെല്ലാം ജോലിയൊക്കെയായി പുറത്താണുള്ളത്, ഫ്രീ ആയിരിക്കുന്നു. അങ്ങനെ ചന്ദ്രന ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. നല്ല സന്തോഷമുണ്ട്. വന്ന് എല്ലാവരും ഇങ്ങോട്ട് പൂക്കളമൊക്കെ ഇട്ടു. ഇതുപോലെയുള്ള കലാപരിപാടികൾ എന്നും ഇഷ്ടപ്പെടുന്ന